ശബരിമലയിൽ ഈ വർഷം തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധന. 3,70,535 തീർത്ഥാടകർ ഇന്നലെ വരെ ദർശനം നടത്തി. വിവരങ്ങളുമായി സന്നിധാനത്തു നിന്നും ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ദർശനം സുഗമമായി തന്നെ നടക്കുന്ന കാഴ്ചയാണോ അവിടെ നിന്നുള്ളത്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സംഗീത, തീർച്ചയായിട്ടും വളരെ സുഗമമായി തന്നെ തീർത്ഥാടന കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ ബാഹുല്യമാണ് ഇക്കുറി ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസത്തെ തീർത്ഥാടകരുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 3,70,535 തീർത്ഥാടകരാണ് കഴിഞ്ഞ 6 ദിവസങ്ങളിലായിട്ട് സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1,00,000-ലധികം തീർത്ഥാടകരുടെ വർധനവാണ് ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയുടെ വരുമാനത്തിലും വലിയ വർധനവ് തന്നെ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 4 കോടിയിലധികം രൂപയുടെ വരുമാന വർധനവും ഈ ആദ്യ ആഴ്ചയിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇന്നും രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ പ്രതിദിനം ഒരു 70,000-ഓളം ആളുകളാണ് ശരാശരി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് അല്ലെങ്കിൽ ഒരു വരി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ശബരിമലയിൽ ഉണ്ടാകുന്നില്ല. കൃത്യമായിട്ട് സംവിധാനങ്ങൾ ചലിക്കുന്നത് കൊണ്ട് തന്നെ എത്തുന്ന മുഴുവൻ തീർത്ഥാടകരും ഒരേ ഫ്ലോയിൽ തന്നെ 18-ാം പടി കയറി ദർശനം നടത്തി മടക്കിക്കൊണ്ടുപോകാൻ പോലീസ് സംവിധാനത്തിനും മറ്റ് സേനാ സംവിധാനങ്ങൾക്കും ഒക്കെ തന്നെ കൃത്യമായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും തീർത്ഥാടകരെ പിടിച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മണിക്കൂറുകൾ ക്യൂ കോംപ്ലക്സിലും അതോടൊപ്പം തന്നെ മല കയറുന്ന പാതകളിലും ഒക്കെ തന്നെ തീർത്ഥാടകരെ പിടിച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരം. എങ്ങും അവർക്ക് നിൽക്കേണ്ടി വരുന്നില്ല. പമ്പ മുതൽ ഇങ്ങ് 18-ാം പടി വരെ വളരെ ആയാസരഹിതമായിട്ട് മല കയറാൻ സാധിക്കുന്നു. എങ്ങും നിൽക്കേണ്ടി വരുന്നില്ല. അതിനുശേഷം 18-ാം പടി കയറിയാൽ തന്നെയും ഈ സന്നിധാനത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ ഈ ശ്രീകോവിലിന് ചുറ്റുമുള്ള ഫ്ലൈ ഓവറിൽ മാത്രമാണ് അല്പമെങ്കിലും ഒരു തിരക്ക് നമുക്കിപ്പോൾ ദൃശ്യമാകാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അതും അധിക നേരം ഇവർക്ക് നിൽക്കേണ്ടി വരുന്നില്ല. ഒരേ ഫ്ലോയിൽ തന്നെ മുന്നോട്ട് ചലിച്ച് ദർശനം നടത്തി തീർത്ഥാടകരെല്ലാം തന്നെ ഉടനെ തന്നെ ബാക്കി ചടങ്ങുകൾ അല്ലെങ്കിൽ നെയ്യഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾ നടത്തി മല ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വകുപ്പുകളും, പോലീസ്, അതോടൊപ്പം തന്നെ മറ്റ് സേനകളുണ്ട്, NDRF ഉണ്ട്, CRPF ഉണ്ട്, അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് സംയുക്തമായി തന്നെ ഈ ഒരു കാര്യം വളരെ ഭംഗിയായി തന്നെ നിറവേറ്റുന്നു. ദേവസ്വം ബോർഡിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളുടെയും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഏകോപനത്തിലൂടെ വളരെ സുഗമമായി തന്നെ ഇക്കുറി തീർത്ഥാടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ആ ഒരു സംതൃപ്തി അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് രേഖപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും തിരക്കുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടൊരു വരി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരം. അതോടൊപ്പം തന്നെ പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം വിർച്വൽ ക്യൂ ബുക്കിംഗ് വഴി 70,000-ആണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അത് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ നടന്നുറന്നതിന് ശേഷം നെയ്യഭിഷേക ചടങ്ങുകളാണ് ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 7:30 വരെ നെയ്യഭിഷേക ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം ഉഷപൂജയാണ് 7:30 മുതൽ 8 മണി വരെ. 8 മണിക്ക് ശേഷം വീണ്ടും നെയ്യഭിഷേകമാണ്. 8 മണി മുതൽ 11 മണി വരെ നെയ്യഭിഷേക ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം ഉച്ചപൂജയോടുകൂടി 1 മണിയോടുകൂടി നട അടയ്ക്കുകയാണ്. പിന്നെ വൈകിട്ട് 3 മണിക്ക് നട തുറന്നതിന് ശേഷം 6:30-ക്ക് ദീപാരാധനയും 10:50-ന് ഹരിവരാസനം പാടി നട അടയ്ക്കുകയും ചെയ്യുന്നതോടുകൂടി ഇന്നത്തെ ചടങ്ങുകളൊക്കെ തന്നെ അവസാനിക്കും. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. 12 വിളക്കടക്കം വരാനിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേക പൂജാ ചടങ്ങുകളുണ്ട്, പ്രത്യേക കാര്യക്രമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്നൊരു യോഗം ഈ ദിവസങ്ങളിൽ സന്നിധാനത്ത് ചേരാൻ ഇടയുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ദിവസങ്ങളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗമായിരിക്കും ചേരുക. ആ യോഗത്തിൽ ഒരുപക്ഷെ പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകുമെന്നുള്ള ഒരു സൂചന ദേവസ്വം ബോർഡ് അധികൃതർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ സുഗമമായി തന്നെ ഇക്കുറി തീർത്ഥാടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരാതികളില്ലാതെ തീർത്ഥാടകർക്ക് പരിഭവങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ തീർത്ഥാടന കാലം വളരെ മികച്ച രീതിയിൽ ആദ്യ ദിവസങ്ങളിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശരി ഗോകുൽ, ഭക്തിസാന്ദ്രമായ ശബരിമല സന്നിധാനത്ത് നിന്നാണ് ഗോകുൽ രമേശ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.